ചെങ്ങന്നൂരിലുണ്ടായ ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് കനത്ത നാശനഷ്ടം. വൈദ്യുതി ബന്ധവും താറുമാറായി. വീടുകൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീണതോടെ വീട്ടുകാർക്കും പരിക്കേറ്റു. പുലിയൂർ, തിരുവൻവണ്ടൂർ, ആല, പാണ്ടനാട്, വെൺമണി, ചെങ്ങന്നൂർ നഗരസഭ തുടങ്ങിയ സ്ഥലങ്ങളിൽ ശക്തമായ കാറ്റ് വീശുകയും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പുലിയൂർ ചെറയിൽപ്പടിയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വീടുപണി നടക്കുന്നതിനാൽ താൽക്കാലിക ഷെഡിൽ താമസിച്ചു വന്നിരുന്ന ആല നെടുവരംകോട് തോട്ടുമേയത്തിൽ മോഹനന് സമീപത്തു നിന്ന മരം വീണ് കൈക്ക് പരിക്കേറ്റു. അദ്ദേഹത്തെ പോലീസ് വാഹനത്തിൽ ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി തൂണുകളുടെ മുകളിൽ മരം വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി. നൂറ്റവൻപാറ കണ്ണാട്ടുമരയിൽ ജോർജ് കെ മാത്യുവിന്റെ വീടിനു മുകളിലേക്ക് ആഞ്ഞിലിമരം വീണ് വീട് ഭാഗികമായി തകർന്നു. പാണ്ടനാട് വാർഡ് 3 ഇടത്തിൽ പുത്തൻ വീട്ടിൽ തോമസിന്റെ വീടിന്റെ മുകളിലേക്ക് പ്ലാവ് വീണ് മേൽക്കൂരയിലെ ഓടുകൾ തകർന്നു. പാണ്ടനാട് വില്ലേജിലെ ബാലകൃഷ്ണൻ നായർ, ഭാര്യ ബിന്ദുമോൾ എന്നിവർ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ നിൽക്കുമ്പോൾ സമീപത്ത് നിന്ന വലിയ തേക്കുമരം കാറ്റിൽ കടപുഴകി വീണ് ഇദ്ദേഹത്തിന് തലയ്ക്ക് പരിക്കേറ്റ് കോഴഞ്ചേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവൻവണ്ടൂർ ഇരമല്ലിക്കര ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ അരയാൽ ശിഖരങ്ങൾ ശക്തമായ കാറ്റുമൂലം റോഡിലേക്ക് വീണ് വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലായി. തിരുവൻവണ്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ബേബി സ്റ്റോർ സ്റ്റേഷനറി കടയുടെ മുകളിലേക്ക് സമീപത്ത് നിന്ന പ്ലാവ് ഒടിഞ്ഞു വീണ് കടയുടെ മുൻവശത്തെ ഷീറ്റും തകർന്നു. ഈ സമയം കടയിൽ ആളില്ലാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. പാണ്ടനാട് കാവിൽ ഓമനക്കുട്ടന്റെ വീടിനു മുകളിലേക്ക് പ്ലാവ് വീണും വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. വെൺമണി കല്യാത്ര ദേവീക്ഷേത്രത്തിന്റെ ഓടുകൾ കാറ്റിൽ പറന്നു. പാലമൂട്ടിൽ വിമുക്ത ഭടൻ അനിയന്റെ വീടിന്റെ റൂഫിംഗ് കാറ്റിൽ പറന്ന് കല്യാത്ര കൊല്ലക്കടവ് റോഡിൽ വീണ് ഗതാഗതം സ്തംഭിച്ചു. കുഴിയിലേത്ത് ഉഷസിൽ റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് മറിയാമ്മ ചാക്കോയുടെ 10ഓളം കായ്ഫലമുള്ള ജാതിമരങ്ങളും കടപുഴകി വീണു. വീടിന്റെ റൂഫിംഗും കാറ്റിൽ പറന്നു. മാന്നാർ ചെങ്ങന്നൂർ റോഡിൽ പുലിയൂർ പാലച്ചുവട് ജംഗ്ഷനിലെ പാലമരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.